ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്താ പറയുക, ക്രിസ്മസ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് പോവാണല്ലോ. അപ്പോൾ ക്രിസ്മസിൻ്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എൻ്റെ വലിയൊരു ആഗ്രഹമാണ് ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ എന്ന് പറയുന്നത്. വേറെ വലിയ പരിപാടിയൊന്നുമില്ല, ഞങ്ങളെല്ലാവരും തന്നെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമാണ് കേട്ടോ. അപ്പോൾ അത് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ രാവിലെ പരിപാടികളൊക്കെ കഴിഞ്ഞു, മീൻസ് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ബാക്കിയുള്ള പരിപാടി ഉച്ചക്കത്തേക്കുള്ള കുറച്ച് കാര്യങ്ങളാണ്. കാരണം വൈകുന്നേരം ആകുമ്പോഴേക്ക് എന്താ പറയുക, ക്രിസ്മസിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു ഏരിയയിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും സെറ്റാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. എല്ലാം കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് അറിയില്ല, എന്നാലും കുറച്ച് ഭാഗങ്ങളൊക്കെ ആഡ് ചെയ്യാം. പിന്നെ ഇവിടുത്തെ കുറേ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും എടുക്കാം. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ദിവസം. അപ്പോൾ വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇന്ന് ചായക്ക് പൂരിയും കറിയായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ക്രിസ്മസിൻ്റെ ആ ഒരു സംഭവം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അമ്മയാണ് അടുക്കളയിൽ ഇന്ന്. എനിക്കിന്ന് ഒരുപാട് കാര്യങ്ങൾ വേറെ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ അരി കഴുകാണ്. പൈപ്പിൽ വെള്ളം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ വേറെ ഒന്നും നിന്നില്ല, വേഗം പോയി കാട്ട് കുറച്ച് അലക്കാനുണ്ടായിരുന്നു കേട്ടോ. അത് വേഗം ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അധികമൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നത്തേക്ക് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. നാളെ കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. എയർപോഡാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ എയർപോഡ് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ഈ അൺബോക്സ് ചെയ്യാന്ന് പറയുന്നത് എന്നെക്കാട്ട് കൂടുതൽ ഇഷ്ടം ആദിമോനാണ്. അപ്പോൾ അവൻ എന്തൊക്കെയോ പറയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് കൂടി ചെയ്യാം. കാരണം എന്താ വെച്ചാൽ ഇതിപ്പോൾ തന്നെ പൊട്ടിക്കുന്നതോട് കൂടിയിട്ട് എടുത്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ സാധനം എന്താ എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം ഞാനിപ്പോൾ ഇതേപോലെ അൺബോക്സ് ചെയ്യുന്നതൊക്കെ ഞാൻ നന്നായിട്ട് തന്നെ വീഡിയോ എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതേപോലൊരു കടലാസ് ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ആദ്യം തന്നെ ഞാൻ നോക്കിയപ്പോൾ ഇതെന്താ സംഭവം എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ, എന്താ സാധനം എന്നുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കിയപ്പോൾ അതൊരു സിലിക്കോൺ ടൈപ്പിലുള്ളൊരു എന്താ പറയുക, ഒരു കവറാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇതിനിപ്പോൾ എന്താണ് എങ്ങനെയാണ്, വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നോക്കുമ്പോൾ അതിൻ്റെ അതൊരു ഹാങ്ങിങ്ങിൻ്റെ ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് എയർപോഡ് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്, ആ ചാർജറോട് കൂടിയിട്ട് നമുക്ക് അതിലിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. ഒരു ഹാങ്ങിങ് ഇതേപോലെ ഉണ്ടായിരുന്നു. നമുക്ക് എവിടെയെങ്കിലും ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഫുൾ കൈകാര്യം മോനാണ്. അപ്പോൾ നമുക്ക് ബാക്കി ഇതേപോലെ എന്താ അടച്ചു വെക്കാം. ഇതാണ് നമ്മുടെ ഐറ്റം കേട്ടോ, എയർപോഡ് ഇതാണ് കേട്ടോ. വൈറ്റ് കളറിൽ ആണ് കിട്ടിയത്. വൈറ്റ് കളറിലാണ് കേട്ടോ നമുക്ക് എയർപോഡ് കിട്ടിയിട്ടുള്ളത്. ഞാനിത് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ അവൻ എനിക്കിങ്ങനെ ക്ലാസ് എടുത്തിട്ടാണ് ഈ ഒരു സാധനം ഇതിൻ്റെ ഉള്ളിലാണ് ഇടേണ്ടത്, ഇങ്ങനെ അടച്ചു വെക്കണം, ബാക്കിൽ ചാർജ് ചെയ്യുന്നതുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എനിക്കിങ്ങനെ പറഞ്ഞു തരാണ്. ചില സമയത്ത് അവർ പറയുന്നത് നമ്മൾ കേൾക്കേണ്ടതായിട്ട് വരും. കേൾക്കുന്നതിനോട് കുഴപ്പമൊന്നുമില്ല, കറക്റ്റ് ക്ലാസ് എടുത്തിരുന്നതാണ് കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറ്റിയിട്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ബോക്സ്. അതിൻ്റെ മേലെ ഇതേപോലൊരു കവർ വന്നിട്ടുണ്ടായിരുന്നു. അത് പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ബോക്സ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പം നമുക്കിത് എന്താ പറയുക, അൺബോക്സ് ചെയ്യാം. ഇതേപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇതിലാണ് വരുന്നത്, വൈറ്റ് കളറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മേലെ ഒരു കവർ വരുന്നുണ്ട്. അത് പൊളിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തുറക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇതേപോലൊരു ചാർജറിൻ്റെ ഇതും കൂടി വരുന്നുണ്ട് കേട്ടോ. ഇതേപോലെയാണ് കേട്ടോ ചാർജർ വരുന്നത്. നമുക്ക് എല്ലാം നോർമലായിട്ടുള്ള രീതിയിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. ഇതിൻ്റെ കവർ പൊളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഇത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടോ, 2 എയർപോഡ് അതിൽ നല്ല സെറ്റായിട്ടിരിക്കുന്നത് അതേപോലെ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. ഈ ഒരു എയർപോഡ് നമുക്ക് ആ ഒരു കറുപ്പ് കളറിലുള്ള ഒരു എന്താ പറയുക, നമുക്ക് ഒരു കവർ കിട്ടിയിട്ടില്ലേ, ഇതങ്ങനെ തന്നെ അതിൻ്റെ അകത്തേക്ക് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതിന് വൈറ്റ് കളറാണെങ്കിലും ഏത് കളറാണെങ്കിലും അങ്ങനെ ഒരു കവർ വരുന്നതിനോട് തന്നെ ഈ ഒരു എയർപോഡിൻ്റെ ഈ ഒരു സെറ്റ് കംപ്ലൈൻ്റ് ആവില്ല. എന്താ പറയുക, വൃത്തികേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സംഭവം വളരെയധികം നല്ലതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എയർപോഡ്. ഭയങ്കരമായിട്ടുള്ള സംസാരത്തിലാണ് ആൾ. ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ കേട്ടോ, വെച്ച് നോക്കുന്നുണ്ട്.
തിരിച്ചൊക്കെയാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സാധനത്തിനെ പറ്റിയിട്ട് ഇനി കൂടുതലായിട്ടും എങ്ങനെയാണ് കോള് വന്നാൽ എങ്ങനെയാണ്, ഞാനിതുവരെ ഇത് യൂസ് ചെയ്തിട്ടില്ല, അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് വലിയ പിടുത്തവുമില്ല. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് പഠിക്കുക എന്നുള്ളതായിരുന്നു അടുത്ത ലക്ഷ്യം. ഞാനിത് വാങ്ങിയിട്ടുള്ളത് മീഷോന്നാണ്. ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. എയർപോർട്ട് പ്രോ വിത്ത് സിലിക്കോൺ ട്രൂ വയർലെസ് ബ്ലൂടൂത്ത് ഹെയർഫോൺ എന്നാണ് കേട്ടോ ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള പേര് വരുന്നത്. നമുക്ക് 3 hours യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് പറയുന്നത്. 1 hours നമുക്ക് ചാർജിൽ ഇടണം. വൈറ്റ് കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഓൾ സ്മാർട്ട് ഫോണിന് ഇത് യൂസ് ചെയ്യാം, നമുക്ക് എല്ലാ ഫോണിനും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് പറയുന്നുണ്ട്. വാട്ടർ റെസിസ്റ്റൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. ABS പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. പിന്നെ വാറണ്ടി എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് പോലെ ഇരിക്കും എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. മൈക്ക് ഉണ്ട്. ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറയുന്നത് 5.3 ആണ് കേട്ടോ. ചാർജിങ് ടൈപ്പ് iOS എന്നും പറയുന്നുണ്ട്, ആൻഡ്രോയിഡ് എന്നും പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നോയിസ് ക്യാൻസലേഷൻ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതേപോലെയാണ് കേട്ടോ നമ്മൾ കവറിൽ ഇട്ട് വെക്കുക. ഇതിന് 338 രൂപയാണ്. 4.1 റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഇതേപോലെ നമ്മുടെ എന്താ പറയുക ക്രിസ്മസ് സെലിബ്രേഷനുള്ള സംഭവങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ റെഡി ആക്കിയിട്ടുള്ളത്. അവിടെ ഒരു ഹാങ്ങറിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു, അതിൻ്റെ മേലെയാണ് ഇത് ഇങ്ങനെ കവർ ചെയ്ത് എടുത്തിട്ടുള്ളത് കേട്ടോ. ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്, കാരണം ഇത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് പുറത്തേക്ക് പോകണമായിരുന്നു. കുറച്ച് സാധനങ്ങൾ കേക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ അതിൻ്റെ ഒരു തത്രപ്പാടിലാണ്. അപ്പോൾ ചുമരിൻ്റെ മേലെയുള്ള കാര്യങ്ങളൊക്കെ ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതിയല്ലോ. ഞാനിങ്ങനെ ആലോചിക്കാം, വലിയ രീതിയിലൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരൊരു ടെൻഷനേ. പുറത്ത് പോകുന്ന സമയത്ത് ഞാൻ സാധനങ്ങൾ വാങ്ങാനുള്ളത് ലിസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പണ്ടൊക്കെ നമ്മളെ വീട്ടിൽ ഷീറ്റ് എഴുതാമെന്ന് പറയും, ഒരു കടലാസിൽ വേണ്ട സാധനങ്ങളൊക്കെ എഴുതി കൊണ്ടുപോകാം. ആ പരിപാടി ഇപ്പോഴും ഞങ്ങളുടെ ഇവിടേക്ക് ഉണ്ട് കേട്ടോ. നമ്മൾ അങ്ങനെയാണ്, ഞാൻ കാണിച്ചു തരുന്നുണ്ട് എപ്പോഴെങ്കിലും ഏതെങ്കിലും വീഡിയോയിൽ. ഒരു ബുക്ക് ഉണ്ട്, അതിൽ എഴുതി കൊണ്ടുപോകാൻ ചെയ്യാം സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ അതേപോലെ എഴുതി തന്നു വിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത് അത്യാവശ്യം ബോർ പിടിക്കുന്ന പരിപാടിയാണ്. വേറെ ഒന്നുമല്ല, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളത് കാരണം ഇതും കൂടി എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ ഒന്നുമില്ല, എന്നാലും കുഴപ്പമില്ല, എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. കേക്കും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പുറത്തൊക്കെ പോയി വന്നതിന് ശേഷം ഉച്ചക്കത്തേക്കുള്ള ഫുഡിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു പുളി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് നമ്മൾ ഓൾറെഡി ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. കയ്പ്പ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തത്. ഇത് നല്ല തിക്കായിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പുളിയാണ് കേട്ടോ. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടു. നല്ല അടിപൊളി ടേസ്റ്റാണ്. എൻ്റെ വീട്ടിലിത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കാലിയായി പോകുന്നതാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ കണ്ടോ, നല്ല തിക്കായിട്ട് വരും. കയ്പയാണെന്ന് നമുക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അത്രയ്ക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് അറിയുള്ളൂ. നേരെ ഒരു കയ്പുണ്ടാവും, പക്ഷെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കയ്പൊന്നുമില്ല കേട്ടോ. നല്ല മധുരമാണ്. അപ്പോൾ ഇതേപോലെ ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. പിന്നെ നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷന് വേണ്ടിയിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ വയ്യാലെ ഓടി പായാൻ വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ഓടി നടന്ന് ചെയ്യണം. പിന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഇതേപോലെ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളത്. അത് ഞാൻ സാധിച്ചെടുത്തു. അപ്പോൾ നമ്മുടെ കുഞ്ഞ് ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ ഇതേപോലെ ചായ കൂട്ടാൻ വേണ്ടിയിട്ടേ നമ്മുടെ പപ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചായ കുടിക്കുകയാണ്. ഗായ്സ്, ഇതെന്താണെന്ന് അറിയാമോ? ഇതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ള കയ്പേൻ്റെ പുളിയില്ലേ, കയ്പപ്പുളി, അതാണ് കേട്ടോ സംഭവം. ഇത് കണ്ടോ, നക്കി പഠിക്കുകയാണ്. കഴിഞ്ഞു, ഇനി ഇല്ല. ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് തന്നെ അത് മൊത്തം തീർത്ത് കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും കഴിച്ചിട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതിന് കയ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ, നല്ല മധുരം ഉണ്ടാവും. എരിവ്, ഉപ്പ്, മധുരം, ചെറിയൊരു കയ്പ്, അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടാവുന്നതാണ്. കണ്ടോ, ഇവൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാവർക്കും ഇഷ്ടാവും. തീർന്നു. പിന്നെ പറയാനുള്ള വിശേഷം ഇതാണ്, നമ്മുടെ ഗപ്പിക്കുട്ടികളുണ്ടല്ലോ, അവർ വലുതായിട്ടോ, അവരാണ് ഈ പോകുന്നത്. ഇപ്പോൾ വലിയ ആളുകളെയും ചെറിയ ആളുകളെയൊക്കെ ഇപ്പോൾ ഒരുമിച്ചാണ് ഇടുന്നത്. വലിയ കുഴപ്പമൊന്നുമില്ല, എല്ലാവരും ഹാപ്പിയാണ്. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. ചപ്പാത്തി ആയിരുന്നേ. അപ്പോൾ ഞാൻ ചപ്പാത്തി ഇങ്ങനെ വാലിട്ടെടുത്തപ്പോൾ അവൻ പറഞ്ഞു വേണ്ട, ചോപ്പ് സ്റ്റിക്കിൽ കഴിക്കൂലേ അതേമാതിരി കഴിക്കണം എന്ന് കേട്ടോ. അപ്പോൾ അതേമാതിരി കഴിക്കാണ് കേട്ടോ. ഞാൻ കുറേ നേരം നോക്കിയിരുന്നു, നമുക്കിത് വലിയ ശീലമൊന്നും ഇല്ലല്ലോ. ചോപ്പ് സ്റ്റിക്ക് അല്ല കേട്ടോ കയ്യിലുള്ളത്, അത് നമ്മൾ എന്താ പറയുക ക്രാഫ്റ്റ് ചെയ്യുന്ന ആ ഒരു ഇതാണ്.
അപ്പോൾ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഓർത്തത് നമ്മൾ ക്രിസ്മസിന് ഒരു ഡ്രോയിങ് ബുക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് കളർ ചെയ്യുന്ന ബുക്ക് കേട്ടോ. ഇതും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവന് വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞാൻ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി. അപ്പോൾ അതിൽ അവനിപ്പോൾ കുറച്ച് ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. അത് കാണിച്ചു തരാമല്ലോ എന്ന് ഓർത്തിട്ട് കാണിച്ചു തരാണ് കേട്ടോ. വരയ്ക്കാൻ പഠിച്ചിട്ടൊന്നുമില്ല, എന്നാലും ആളിങ്ങനെ നോക്കി കണ്ടൊക്കെ വരയ്ക്കുന്നുണ്ട്. കളറൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ടു വെക്കുക. ഓരോന്ന് കണ്ടിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ കണ്ടു വന്നിട്ട് ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് പിന്നെ കാണാം കേട്ടോ. ടാറ്റാ.